Hello everyone, this is me Nia and you are watching Nia Diaries. Welcome to my YouTube channel. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. എന്നും ഓരോ സ്ഥലത്തൊക്കെ പോവാല്ലേ. സോ ഇന്ന് നമ്മൾ പോകുന്നത് മരവെട്ടിക്കാട്ടോ. ഒരു മദ്രസയോ സ്കൂളോ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ വേഗം ഓടും. എന്നിട്ട് നമ്മൾ മരവെട്ടിക്കില്ലേ. ഇപ്പോൾ അനിയത്തിക്ക് മദ്രസ ഇല്ല, ഇന്ന് മദ്രസ കഴിഞ്ഞു. സോ എനിക്കും മദ്രസ ഒന്നുമില്ല. അപ്പോൾ അനിയത്തിക്കും മദ്രസ ലീവ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മരവെട്ടിക്ക് പോകാമെന്ന് കരുതി അതിൻ്റെ ഒരുക്കമാനങ്ങളാട്ടങ്ങൾ ഇപ്പോൾ കാണുന്നത്. അത്ര വലിയ ഒരുക്കമാനങ്ങളൊന്നുമില്ല. ഒരു ഐലൈനറും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കും പൗഡറും പിന്നെ നമ്മളെ വാച്ചും കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാല്ലേ. നമുക്ക് അത്ര ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. സോ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലുള്ള ബസ് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബസ്സൊക്കെ വന്നു കേട്ടോ. ഇതെന്താടാ സംഭവം? ആവോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ മേമാന ചെറിയ മോനാട്ടോ. ഹൗഞ്ചമ്മോ. അങ്ങനെ നമ്മൾ ഫൈനലി മന വീട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. റോഡ് സൈഡല്ല വീട്, കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്മാൻ്റെ വീട്. സോ 4 പേരും റബ്ബർ തോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ലിവ് ചെയ്യണ പോലെ തോന്നും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് കാലം പഴക്കമുള്ളൊരു വീടാണ്. സോ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു വീട് എന്ന് പറയുന്നത് അത്രയ്ക്കും സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് എവിടെ ഇരുന്നാലും കിട്ടൂല. കാരണം അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇമോഷൻസാണ്. നമ്മുടെ ഉമ്മാൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ വീടെന്നല്ല, നമ്മുടെ വാപ്പാൻ്റെ വീട്, തറവാട്, അതൊക്കെ നമുക്ക് ആ ഒരു അങ്ങനത്തെ വീടിനോട് എന്താണെന്ന് അറിയാത്ത ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ വന്നേക്കെൻ്റെ അമ്മമ്മ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഇതാണ് കേട്ടോ വീടിൻ്റെ 4 ചുറ്റെന്ന് പറയുന്നത്. ഫ്രണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നും. പിന്നെ നമ്മൾ അമ്മമാൻ്റെ സ്പെഷ്യൽ ഉപ്പിലിട്ടൊക്കെ കഴിച്ചു കേട്ടോ. വന്നേക്കാനത് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. സോ ഉച്ചയായപ്പോൾ നമ്മൾ അമ്മമാരുടെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ അമ്മമാരുടെ ഫുഡ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സ്പെഷ്യലാണ്. എൻ്റെ മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. അമ്മമാരുടെ ഫുഡ്, അമ്മമാരുടെ കറികൾ, ഉപ്പേരികൾ, എസ്പെഷ്യലി അച്ചാറുകൾ, ചമ്മന്തികൾ, അതൊക്കെ അത്രയ്ക്കും എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മളിവിടെ മഴ പെയ്യാൻ കാണാൻ ഭയങ്കര രസമാട്ടോ. കാരണം മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങൾ കൂടി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു വൈബ് നമുക്ക് സെറ്റ് ആവത്തുള്ളൂ. സോ നല്ല മഴയാണ്. പിന്നെ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് ഒരു ഉറങ്ങി എണീറ്റതിന് ശേഷം ഒരു ചൂടുള്ള കട്ടൻ ചായ കുടിച്ചു കേട്ടോ. ഞാനങ്ങനെ കട്ടൻ ചായ ഫാനൊന്നുമല്ല, പക്ഷേ ഇടയ്ക്കൊരു പൂതിയാണ് കട്ടൻ ചായ കുടിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഈവനിങ് സമയത്ത് ഞാനും എൻ്റെ മേമാനും മോനും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് പോവാതെ തിരിച്ച് പോകാറില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. ഫൈനലി സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മളിതിന് പാറമപ്പള്ളി പറയും കേട്ടോ. അപ്പോൾ ഇത് പണ്ടേ മുതലുള്ളൊരു പാറയാണ് ഇവിടെ. ഈ പാറ മാത്രമല്ല, ഇതുമ്പോൾ കയറി നിന്ന് മേലോട്ടോ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് വൈബാണ്. ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ ദൂരെയുള്ള ഒരുപാട് മലകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പാറമപ്പള്ളി എന്ന് പറയുന്നത്. പണ്ട് ഇവിടെയൊക്കെ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടു. ഇപ്പോൾ അധികം ആരും ഇങ്ങോട്ട് വരാറില്ല. പക്ഷെ എന്നാലും ഇതൊരു നൊസ്റ്റുമാണ്. അപ്പോൾ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കുഞ്ഞു തോട് ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. മഴ കാരണം അത്രയ്ക്ക് ഇപ്പോൾ ഇത് ഇല്ല കേട്ടോ. എന്നാലും കുഞ്ഞു കാറ്റും അതേപോലെ തന്നെ ആ ഒരു തോടൊഴുകുന്ന സൗണ്ടും പ്രകൃതിയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഇതൊക്കെ കാരണമാണ് ഞാൻ ഇവിടെ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണെന്നൊക്കെ പറയാൻ കാരണം കേട്ടോ. അപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും. പഠിക്കൽ ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ എവർ എന്നാണല്ലോ. സോ നമ്മൾ കുറച്ചേരം ഒന്നും പഠിക്കാനൊക്കെ കരുതി. പക്ഷെ ഒന്നും ഉണ്ടായില്ല കേസ്. വിരുന്ന് വന്നാൽ പിന്നെ പഠിക്കാനൊക്കെ തോന്നും നമുക്ക്. പിന്നെ
നമ്മൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. വിരുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും. നമുക്കിന്ന് ഇതാട്ടോ സ്പെഷ്യൽ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. മഴ കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.